കലാകാരൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, സഹകാരി, സംഘാടകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന ടി.കെ. വത്സന്റെ സ്മരണാർത്ഥം കൊച്ചി നഗരസഭ 13-ാം ഡിവിഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ടി.കെ. വത്സൻ സ്മാരക ലൈബ്രറിയുടെ 1-ാം വാർഷികം ആഘോഷമാക്കി. ഇതോടനുബന്ധിച്ച് ഡിവിഷൻ കൗൺസിലർ ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കൊച്ചി എം.എൽ.എ. കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. കലാകാരൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, സഹകാരി, സംഘാടകൻ എന്നീ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടി.കെ. വത്സന്റെ സ്മരണാർത്ഥം കൊച്ചി നഗരസഭ 13-ാം ഡിവിഷനിലുള്ള ടി.കെ. വത്സൻ സ്മാരക ലൈബ്രറിയുടെ 1-ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചിത്രരചന, കഥാരചന, കവിതാരചന, സാംസ്കാരിക സമ്മേളനം, ആദരവ്, ഏകപാത്ര നാടകം എന്നീ പരിപാടികൾ ഡിവിഷനിലെ കടേഭാഗം പാർക്കിലാണ് സംഘടിപ്പിച്ചത്. സാംസ്കാരിക സമ്മേളനം കൊച്ചി എം.എൽ.എ. കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്ന പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു സഖാവ് ടി.കെ. വത്സൻ. വത്സന്റെ വേർപാട് കൊച്ചിയെയും പള്ളുരുത്തിയെ സംബന്ധിച്ച് നമുക്കെല്ലാം ഒരു വലിയ തീരാനഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള നഗരസഭയുടെ ചെയർമാൻമാരുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലൈബ്രറി ആരംഭിക്കുന്നത്. വായനശാലകൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ തീർത്തിട്ടുള്ള വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ? നമുക്ക് അറിവുകൾ തരുന്ന ഒരു കേന്ദ്രമാണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ. ഡിവിഷൻ കൗൺസിലർ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭയുടെ 13-ാം ഡിവിഷനിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്റ്റോറിൽ കടേഭാഗം പാർക്ക് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 10 വർഷമാവുന്നു പാർക്ക് പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പോൾ നവീകരണത്തിന് ശേഷം 1 വർഷമായി കുറച്ചുകൂടി സജീവമായി പാർക്ക് മുന്നോട്ട് പോവുകയാണ്. പൊതു ഇടങ്ങളുടെ പ്രത്യേകത ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ പ്ലാറ്റ്ഫോമാണ് പൊതു ഇടങ്ങൾ. ആ പൊതു ഇടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമായി കരുതുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ അബ്ദുള്ള മട്ടാഞ്ചേരി ടി.കെ. വത്സൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാർക്കിൽ സഖാവ് വത്സൻ, ടി.കെ. വത്സൻ സഖാവിൻ്റെ പേരിൽ സ്മാരക ഒരു വായനശാല ഉണ്ടാക്കുകയും ആ വായനശാല സജീവമാക്കി നിലനിർത്തുകയും ചെയ്തു വരുന്നത് ഇന്ന് വായന മരിക്കുന്നു എന്ന ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യം ഏറ്റവും ഉചിതമായിരുന്നു ആ ഒരു തീരുമാനം. സാമൂഹ്യ പ്രവർത്തകൻ വേണുഗോപാൽ വെമ്പിള്ളി മുഖ്യാതിഥിയായിരുന്നു. സാജൻ പള്ളുരുത്തി, രാജം ടീച്ചർ, പള്ളുരുത്തി സുബൈർ, ബേസിൽ മൈലന്തറ, അരുൺകുമാർ, വിപിൻ പള്ളുരുത്തി, പി.കെ. ബാബു എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ പ്രഭാത സവാരിക്കാരും സായാഹ്ന സവാരിക്കാരും അതുപോലെ തന്നെ സുംബ നൃത്തം ചെയ്യുന്നവരും ഒട്ടനവധി കായിക പ്രേമികളും ഇവിടെ എത്തിച്ചേരാറുണ്ട്. നമുക്കറിയാം, ഈ നാട്ടിലെ പൊതുവായ ഇടങ്ങളിൽ ഏറ്റവും തൽപരമായി നിൽക്കുന്ന ഒരിടമാണ് പള്ളുരുത്തി ഈ പാർക്ക്. മത്സരത്തിൽ വിജയികളായവർക്കും ഡിവിഷനിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കും എം.എൽ.എയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. പ്രശസ്ത നാടക പ്രവർത്തകൻ കെ.ജെ. ലിന്നസ് രചനയും സംവിധാനവും നിർവഹിച്ച് സെബിൻ കൊച്ചി അഭിനയിച്ച ഒറ്റയാൾ നാടകമായ സോക്രട്ടീസ് യാത്രാ മീഡിയ അവതരിപ്പിച്ചു. 10,000-ൽ പരം ഗാനങ്ങൾ എല്ലാ വിവരണങ്ങളോടെ ഹൃദ്യസ്ഥമാക്കി മനപ്പാടം പാടി വിവിധ ലോക റെക്കോർഡുകൾക്കുടമയായ കൊച്ചിൻ മൻസൂർ അവതരിപ്പിച്ച ഗാനമേളയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,